നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു അർജന്റീൻ സൂപ്പർ താരമായ ഏഞ്ചൽ ഡി മരിയ പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കയിലേക്ക് തിരിച്ചെത്തിയത്. നമുക്കറിയാം, കരിയറിന്റെ തുടക്കകാലത്ത് ബെൻഫിക്കയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ഏഞ്ചൽ ഡി മരിയ. കഴിഞ്ഞ സീസണിൽ അവർക്ക് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി ഡി മരിയയെ നിലനിർത്താൻ ബെൻഫിക്ക തീരുമാനിച്ചിരുന്നു. പക്ഷേ തന്റെ അർജന്റീൻ ക്ലബ്ബായ റൊസാരിയോ സെൻട്രലിലേക്ക് മടങ്ങാനായിരുന്നു ഡി മരിയ വളരെയധികം ആഗ്രഹിച്ചിരുന്നത്. താരത്തിന്റെ കരിയർ റൊസാരിയോ സെൻട്രലിൽ വെച്ചുകൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. ഈ സമ്മറിൽ അദ്ദേഹം ഈ ഒരു അർജന്റീൻ ക്ലബിലേക്ക് തിരിച്ചെത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ കാര്യങ്ങൾ നല്ല രൂപത്തിലല്ല പുരോഗമിച്ചത്. റൊസാരിയോയിലെ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ അദ്ദേഹത്തിനെതിരെ വലിയ രൂപത്തിലുള്ള ഭീഷണി മുഴക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും വലിയ ഭീഷണി മുഴക്കിയിരുന്നു. ഇതോടെ ഈ നീക്കത്തിൽ നിന്നും ഏഞ്ചൽ ഡി മരിയ പിൻവാങ്ങി. തന്റെ കുടുംബത്തിന്റെ സുരക്ഷയാണ് തനിക്ക് ഏറ്റവും വലുതെന്ന് ഈയിടെ ഡി മരിയ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ബെൻഫിക്കയുമായി കരാർ പുതുക്കാൻ ഡി മരിയ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. 1 വർഷത്തേക്ക് കൂടിയാണ് അദ്ദേഹം കരാർ പുതുക്കിയിട്ടുള്ളത്. 2025 വരെ ഈ ഒരു അർജന്റീൻ സൂപ്പർ താരം ബെൻഫിക്കയ്ക്കൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യം അവരുടെ പ്രസിഡന്റായ റൂയി കോസ്റ്റ തന്നെ ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ബെൻഫിക്കയോടൊപ്പം ആകെ 5ാമത്തെ സീസണിന് വേണ്ടിയാണ് ഡി മരിയ ഇപ്പോൾ ഒരുങ്ങുന്നത്. ക്ലബിനോടൊപ്പം 4 കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ക്ലബിനോടൊപ്പം തുടരാൻ കഴിയുന്നതിലുള്ള ആ ഒരു സന്തോഷം ഡി മരിയ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എപ്പോഴും തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇവിടുത്തെ ആരാധകർ എന്നാണ് ഡി മരിയ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ പോർച്ചുഗീസ് ലീഗിൽ 28 മത്സരങ്ങൾ കളിച്ച താരം 9 ഗോളുകളും 10 അസിസ്റ്റുകളും സ്വന്തമാക്കിയിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.